അനീഷ് ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ ബിഗ് ബോസിനോട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ്. അനീഷ് പറയുന്നത്, ഷാനവാസുമായിട്ടിപ്പോൾ കൂടിയത് തെറ്റായോ? ഞാൻ എൻ്റെ സുഹൃത്തിനെ തിരഞ്ഞെടുത്തത് യോജിക്കാത്ത ഒരാളായിരുന്നോ എന്നൊക്കെ ഒരുപാട് സംശയങ്ങളാണ് ബിഗ് ബോസിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടെ ഞാൻ ശ്രദ്ധിക്കേണ്ടതായിരുന്നു, കുറച്ചുകൂടെ ആലോചിച്ചിട്ട് വേണമായിരുന്നു ഞാൻ സുഹൃത്തിനെ തിരഞ്ഞെടുക്കാൻ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഷാനവാസ് അനീഷിനൊരു ബാധ്യതയായി മാറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഷാനവാസിന് തിരിച്ചും അങ്ങനെ തന്നെ. കാരണം ഇന്നലത്തെ ഒരു കോയിൻ്റെ പ്രശ്നത്തിൽ കോയിൻ അനീഷിൻ്റെ നഷ്ടമായി. അപ്പോൾ അനീഷിന് ആകെ ജീവിതത്തിൽ കിട്ടിയ ഒരു സമ്മാനമാണ് അത്. അപ്പോൾ അത് അനീഷിന് വേണമെന്നുള്ള ഒരു വാശി തന്നെയാണ്. അത് ആദിലാണ് എടുത്തു മാറ്റിയത്. അപ്പോൾ ആദിലായിട്ട് ഉടക്കിയപ്പോൾ ആദിലത് അനീഷിന് കൊടുക്കാൻ പോയപ്പോൾ ഷാനവാസ് വാങ്ങിച്ച് കൈ വെച്ചിരിക്കുകയാണ്. അത് അനീഷിന് അറിയത്തില്ല. അപ്പോൾ അത് ബിഗ് ബോസിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് ക്യാമറയുടെ മുമ്പിൽ വന്നപ്പോൾ ഷാനവാസും ക്യാമറയുടെ അടുത്ത് വന്ന്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, എനിക്ക് പേഴ്സണലായിട്ട് കുറേ കാര്യം പറയാനുണ്ട്, പോവോന്ന് പറഞ്ഞിട്ട് ഷാനവാസ് പോത്തില്ല എന്ന് പറയുന്നു. അപ്പോൾ അത് അനീഷിന് ഇഷ്ടപ്പെടുന്നില്ല. എൻ്റെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടരുത്, ഏത് ഫ്രണ്ടാണെങ്കിലും എന്ന് പറഞ്ഞ് ചൂടാവുന്നു. അങ്ങനെ അവർ തമ്മിൽ ചെറിയൊരു പിണക്കൊക്കെ വരുന്നുണ്ട്. അതിന് ശേഷമാണ് ഇങ്ങനെ വന്നിരുന്ന് ഒറ്റയ്ക്കിരുന്ന് പറയുന്നത്, ഞാൻ ഫ്രണ്ടിനെ തിരഞ്ഞെടുത്തതിൽ എനിക്ക് തെറ്റുപറ്റി, ഒരുപാട് ആലോചിച്ചിട്ട് വേണം തിരഞ്ഞെടുക്കേണ്ടതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ പശ്ചാത്തപിക്കുന്ന രീതിയിലാണ് അനീഷിൻ്റെ സംസാരം. പക്ഷേ ഷാനവാസിന് ആത്മാർത്ഥത തന്നെയായിരുന്നു. തമാശയാൽ എന്ത് അനീഷ് പറഞ്ഞാലും അതിൻ്റേതായ രീതിയിലാണ് എടുക്കുന്നത്. പക്ഷേ അനീഷിന് ചില കാര്യങ്ങളിലൊന്നും ഷാനവാസ് ഇടപെടുന്ന ഇഷ്ടമല്ല. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.